മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനത്തിനും ഒരു അവസാനമുണ്ടെന്നും ദൈവത്തിന്റെ വിധി ഏത് സമയത്ത് ഉണ്ടാകാമെന്നും ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും, പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഭൂചലനങ്ങൾ, ഉരുൾപൊട്ടൽ, അങ്ങനെ പലതും മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതനുസരിച്ച് ആ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിക്കുന്നത് എന്താണ്? മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. എത്രയധികം ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഉണ്ടായാലും, എത്രയധികം നമ്മൾ പഠിച്ചാലും ദൈവത്തിന്റെ ആഗമനത്തെ പറ്റി നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈശോ വീണ്ടും ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മനുഷ്യപുത്രൻ വരുമ്പോൾ എങ്ങനെയാണ് നാം ഒരുങ്ങിയിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതെന്ന് ഈശോ മുന്നറിയിപ്പ് തരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ആപത്തുകളും വിപത്തുകളും സംഭവിക്കുമ്പോൾ നാം എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, മനുഷ്യപുത്രൻ അപ്രതീക്ഷിതമായി വരുമ്പോൾ ആ മനുഷ്യപുത്രനെ സ്വീകരിക്കുവാനായിട്ട് നാം എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. യൂട്യൂബിലൂടെ തിരുവചനം ശ്രവിക്കുവാനായിട്ട് നമുക്കൊരു അവസരം നൽകി. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വചനം ശ്രവിക്കുവാനും, വചനം മനസ്സിലാക്കുവാനും, വചനം ധ്യാനിക്കുവാനും, വചനം ജീവിക്കുവാനായിട്ട് ഈശോ നമ്മെ പ്രാപ്തരാക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നത് ദൈവവും നോഹയുമായി നടത്തുന്ന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്താണ്? സർവ്വജീവനെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഒരിക്കലും ഉണ്ടാവുകയില്ല. നമുക്ക് കാണാൻ സാധിക്കും, ലോകത്ത് തിന്മ വർദ്ധിച്ചപ്പോൾ ജലപ്രളയം മുഖേന കർത്താവ് ഭൂമിയെ നശിപ്പിച്ചു. എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. അതുകൊണ്ട് കർത്താവ് നോഹയെ അനുഗ്രഹിച്ചു. നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തെ ഭൂമിയെ ജലപ്രളയം കൊണ്ട് ദൈവം നശിപ്പിച്ചു. കാരണം ഭൂമി തിന്മ വർദ്ധിച്ചു, മനുഷ്യരാരും തയ്യാറായിരുന്നില്ല. എന്നാൽ എന്താണ് നോഹയ്ക്ക് കുടുംബം സംഭവിച്ചത്? നമ്മൾ ഉൽപ്പത്തി ദിവസം വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം നോഹ പ്രവർത്തിച്ചു. അതുകൊണ്ട് വിശേഷം പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കുടുംബത്തെ ദൈവം വളരെ അത്ഭുതകരമായ രീതിയിൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞ് ജീവിക്കുമ്പോൾ എന്തൊക്കെ ആപത്തിനും പ്രശ്നങ്ങളും വിപത്തുകളും ഉണ്ടായാലും നമ്മളെ ദൈവം രക്ഷിക്കും. നമ്മ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായി തീരണം. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ വീണ്ടും നാം വായിക്കുന്ന മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റിയാണ്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വാനമേഘങ്ങളോട് കൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ ദൗത്യം അനശ്വരമാണ്. കർത്താവ് ഈശോമിശിഹായുടെ ആഗമനത്തെ പറ്റിയാണ് ദാനിയേൽ പ്രവചനം എഴുതുന്നത്. അവന്റെ രാജ്യത്തിന് അന്ത്യമുണ്ടാവുകയില്ല, അവന്റെ രാജ്യം അനശ്വരമാണ്. നാം ഓരോരുത്തരും ആ കർത്താവിന്റെ ആഗമനത്തെ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. അങ്ങനെ ആ അനശ്വരമായ രാജ്യത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ കുരിശിന്റെ പോഷത്തെ പറ്റിയാണ് പൗലോസ്ലീഹ എഴുതുന്നത്. യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. എന്നാൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും രക്ഷ ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകാതെ യഥാർത്ഥമായി രക്ഷ പ്രാപിക്കാനായിട്ട് ക്രൂശിനെ ആശ്രയിക്കണമെന്നും ക്രൂശിനെ ക്രിസ്തുവിനെ അനുകരിക്കണമെന്നും പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രൂശിനെ ക്രിസ്തുവിനോട് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും രക്ഷയുള്ളൂ. ആ ക്രൂശിനെ ക്രിസ്തു മഹിമയോടെ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും നമ്മെ ഓരോരുത്തരെയും തന്റെ രാജ്യത്തേക്ക് നയിക്കുവാനായിട്ട് ആഗമനത്തിൽ വരും. അതാണ് പൗലോസ് നമ്മോട് പറയുന്നത്. നാം ഓരോരുത്തരും അതിനായിട്ട് തയ്യാറാണെന്നാണ് ഈ വാരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 36 തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയാണ് നമ്മെ ഓരോരുത്തരും മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി. ഒന്നാമത്തെ വായിച്ചു കേട്ടു, നോഹയെ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചതെന്ന് വളരെ അത്ഭുതകരമായ രീതിയിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ലേഖനത്തിൽ
ഇന്നത്തെ സുവിശേഷത്തില് മത്തായി സുവിശേഷം കാണുന്നത് എന്താണ്? ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. മനുഷ്യത്വത്തിന്റെ ആഗമനത്തെ പറ്റി വളരെ കൃത്യമായ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് യേശു അത്തിമരത്തെയാണ് ഉപയോഗിക്കുന്നത്. ഈശോ പറഞ്ഞു, അതിന്റെ കൊമ്പുകൾ ഇല്ലാതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം എന്താണ്? അത്തിമരം തളിർക്കുന്ന സമയം ബാക്കിയുള്ള മരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായ സമയത്താണ് അത്തിമരം തളിർക്കുന്നത്. അതുകൊണ്ടാണ് യേശു അത്തിമരത്തെ ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നത്. വിശാൽ പ്രിയപ്പെട്ട സഹോദരൻ, എന്താണ് നാം ചെയ്യേണ്ടത്? നാം ഭയപ്പെടുകയോ പേടിക്കുകയോ ഭയവിഹ്വലരാകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നോഹയുടെ ഉടമ്പടിയാണ്. ദൈവം പറഞ്ഞു, ഞാൻ സർവ്വജല ജീവികളെയും ഒരിക്കലും ജലപ്രളയം മുഴുവൻ നശിപ്പിക്കുകയില്ല എന്ന്. കാരണം എന്താണ്? നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി തീരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം നോഹ പ്രവർത്തിച്ചു, ഒട്ടകം ഉണ്ടാക്കുന്ന കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും. അപ്പോൾ ആ ഒരു കുടുംബത്തെ ദൈവം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാം ഓരോരുത്തരും നോഹയുടെ കുടുംബം പോലെ ദൈവകൽപ്പന അനുസരിച്ച് തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കുദാശകൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാവരും സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ആഗമനം സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സമാധാനത്തിന്റെ ഒരു അവസരമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു, ഒരിക്കൽ കൂടി അങ്ങ് വചനം ശ്രവിക്കാൻ ഒരു അവസരം നൽകിയത്. ഞങ്ങളുടെ കുടുംബത്തെ ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നോഹയുടെ കുടുംബത്തെ പോലെ ജീവികളെ പഠിപ്പിക്കണമേ. ജലപ്രളയം വന്നു, ഭൂമി നശിച്ചു, എന്നാൽ നോഹയെ കർത്താവ് അങ്ങ് രക്ഷിച്ചല്ലോ. കാരണം അങ്ങ് പറഞ്ഞ എല്ലാം നോഹ പ്രവർത്തിച്ചു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളെയും വചനം പഠിക്കുവാനും കൽപ്പന ജീവിക്കുവാനും അങ്ങേ ആശ്രയിക്കുവാനും അതുപോലെ തന്നെ ദൈവകൽപ്പന ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ ചെയ്ത പാവങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ. ഭയവിഹ്വലരാകാതെ പേടിക്കാതെ ലോകത്തിൽ ആപത്തുകളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അങ്ങനെ കൽപ്പന ജീവിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. അങ്ങ് വീണ്ടും വരുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അങ്ങയുടെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.